കാരണം ഈ അവരുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണത് തീരുമാനിക്കുന്നത്. സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ്. സർക്കാർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം. ഒന്ന്, കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വളരെ ചെറിയ ചാർജാണ്. അതിന് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല. മറ്റൊന്ന്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. അത് ഒഴിവാക്കി കൊടുക്കണം. അതായത് ആൻറ്റി സോഷ്യൽ, സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും കേസ് ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വെക്കണം എന്നും അവരാവശ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻറ് നിലപാടാണ്. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ്, സ്ഥിരമായി കുഞ്ഞുങ്ങൾക്ക് കയറി യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. സ്ത്രീ സുരക്ഷയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അതിൽ മാറ്റം വരുത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. അതിന് ഉത്തരവിൽ തന്നെ പറയുന്നത് രാഷ്ട്രീയ സമരങ്ങൾ, വ്യക്തിപരമായ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ 3-4 കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അത് വേണ്ട. അങ്ങനെയുള്ളവരെ തന്നെ ഈ 4 കാര്യങ്ങളും ഉള്ള മിടുക്കന്മാരെ തന്നെ ഞങ്ങൾ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്.